Hi friends, Assalamu alaikum. Now I will share a Arabian yellow rice recipe. This is a restaurant style. I will share this. We will take rice ready. That's easy. നമുക്ക് ഒരു ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞാലും ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് റൈസ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ കൂടെ അൽഫാം ഷവായിക്കാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾ കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ട്ടോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചോറ് വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് ചെയ്യുന്നത് കേട്ടോ. അരിയിലാണ് ഈ ചോറ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ മഞ്ഞളാണ് നമ്മുടെ ചോറിന് യെല്ലോ കളറ് കൊടുക്കുന്നത്. എന്നാലും മഞ്ഞളുടെ ടേസ്റ്റ് ഒന്നും ചോറിന് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വറ്റിച്ചെടുക്കരുത്. ഇതിലേക്ക് 3 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ്. അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അരി തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഒരുപാട് വേവരുത് കേട്ടോ. അറേബ്യൻ റൈസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്നതന്നെയാണ്. ഒരുപാട് ചോറ് കുഴയാൻ പാടില്ല. ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം റൈസ്. അപ്പോൾ ഇത് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതൊന്നും ചേർക്കരുത് കേട്ടോ. അങ്ങനെ പ്ലെയിൻ റൈസ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമുക്കിത് വെള്ളം വാർത്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓയിലോ ബട്ടറോ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ അറബിക് മസാല അല്ലെങ്കിൽ കബ്സ മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാല ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും കിട്ടുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ മസാലയുടെ ഒരു പച്ചച്ചോവ മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഉള്ളി, തക്കാളി അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. ഇനി നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചോറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം. അതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചോറ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അധികം വേവൊന്നും ആയിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും നെയ്ച്ചോറൊക്കെ അല്ല ഉണ്ടാക്കുക. ഒരു വെറൈറ്റിക്ക് വേണ്ടി നിങ്ങൾ ഈ റൈസൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ഏത് വെജിറ്റേറിയൻ കറിയുടെ കൂടെ ഈ ചോറ് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.